വ്യോമപാത അടഞ്ഞ നിലയിൽ തുടരുന്നതിനാൽ ബഹ്റൈനിലെ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പോകാൻ ഏകമാർഗം സൗദി അറേബ്യ വഴിയുള്ള യാത്രയാണ്. എന്നാൽ നിലവിൽ ദമാം വഴി ഉയർന്ന ടിക്കറ്റ് നിരക്കുള്ള വിമാന സർവീസ് മാത്രമാണ് നിലവിലുള്ളത്. യാത്രാ നിരക്ക് കുറയ്ക്കാൻ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം. ബഹ്റൈനിലെ പ്രവാസികളിൽ പലരും പെട്ടെന്ന് നാട്ടിൽ പോകാൻ അടിയന്തര ആവശ്യങ്ങളുള്ളവരാണ്. നിലവിൽ ആകെ ഒരു എയർലൈനെ മാത്രമാണ് യാത്രക്കായി ആശ്രയിക്കാനുള്ളത്. ഈ കലുഷിതമായ സാഹചര്യത്തിലും സാധാരണക്കാരനായ ഒരു പ്രവാസിക്ക് താങ്ങാൻ കഴിയാത്തത്രയും ഉയർന്നതാണ് കേരളത്തിലേക്കുള്ള എയർ ടിക്കറ്റ് നിരക്ക്. വൺ വേ ടിക്കറ്റിന് കൊടുക്കേണ്ടി വരുന്ന തുക 80,000-ലധികം രൂപ. 3 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് യാത്ര പോകാൻ ലക്ഷങ്ങൾ നൽകേണ്ട ദുരവസ്ഥ. ഇവിടെ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് മകളെ കല്യാണത്തിന് വേണ്ടി പോകാൻ 300-400 കൊടുക്കാനില്ലാതെ ട്രാവൽസുകളിൽ കയറിയിറങ്ങി ജനങ്ങൾ എത്രയോ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടും നമ്മുടെ സർക്കാരുകൾ ഒന്നും കണ്ണു തുറക്കാത്തതിൽ ഭയങ്കര വിഷമമുണ്ട് എന്നാണ് ഞാനൊരു സാമൂഹ്യ പ്രവർത്തന രീതിയിൽ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ സാധാരണക്കാർ, അസുഖമായ രോഗികളിൽ ഒത്തിരി ഇവിടെയുണ്ട്. അവരെല്ലാം എങ്ങനെയെങ്കിലും സൗകര്യ മാർഗം നാട്ടിലെത്തിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 300, 350, 380 അത്രയൊക്കെ എമൗണ്ടാണ് അവർ ഈടാക്കുന്നത്. അപ്പം അല്ലാതെ സാധാരണ ലെവലിലുള്ള ഒരു 200 ആ ഒരു റേഞ്ചിലാക്കി അതിൻ്റെ ഒരു ഇടപെടൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഭരണകർത്താക്കൾ, മുഖ്യമന്ത്രി, ഇവിടുത്തെ MP-മാർ, രാജ്യസഭ, ലോക്സഭ MP-മാർ അവരെല്ലാം അതിൻ്റെ ഒരു ഇടപെടൽ നടത്തി, ഇവിടുത്തെ ചർച്ച നടത്തി അതിന് ഈ സാധാരണപ്പെട്ട ആൾക്കാർക്ക്, എല്ലാവരും പൈസ ഉള്ളവരൊന്നുമല്ല, സാധാരണപ്പെട്ട ഒരുപാട് പ്രവാസികൾ ഇതിനകത്ത് ബുദ്ധിമുട്ടുന്നത്, അവർക്ക് ഒരു നല്ലൊരു അവർക്ക് നാട്ടിൽ പോയി ബന്ധുക്കളെയും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കൂടാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു നല്ലൊരു ഇടപെടൽ നടത്തണം. അതാണ് എൻ്റെ ഒരു. ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ ഇപ്പോഴത്തെ നിരക്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിലവിലിപ്പോൾ സൗദിയിൽ നിന്നാണ് യാത്രക്കാർ കൂടുതൽ ഇവിടുന്ന് യാത്ര ചെയ്യുന്നത്, എമർജൻസിയുള്ള യാത്രക്കാർ. അപ്പോൾ ഇതിൻ്റെ നിരക്ക് വളരെ കൂടുതലുമാണ്. സാധാരണക്കാരായ പ്രവാസികൾക്ക് നിരക്ക് കുറച്ച് കിട്ടിയാൽ മാത്രമേ യാത്ര സാധ്യമാകൂ എന്നതിനാൽ സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളിലൂടെ ടിക്കറ്റ് നിരക്ക് കുറക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും കൂടുതൽ എയർലൈനുകൾ സർവീസ് നടത്താൻ നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടാവുകയും വേണം. പ്രവാസികളുടെ അടിസ്ഥാന പ്രശ്നമായ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ അത്തരം ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് പ്രവാസികൾക്കിടയിൽ നിന്ന് ആവശ്യമുയരുന്നത്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.